ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി വിത്ത് നൂർജഹാൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജിയാണ്. ജനറൽ മൈക്രോബയോളജിയിൽ വരുന്നൊരു ടോപ്പിക്കാണ് ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. ആദ്യം തന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ഒരു ടോപ്പിക് ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. ആദ്യം മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ മൈക്രോബയോളജി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ്. അതായത് മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ചിട്ടുള്ള സയൻറ്റിഫിക് സ്റ്റഡിയാണ് നമ്മൾ മൈക്രോബയോളജി എന്ന് പറയുന്നത്. മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോസ് ഓർഗാനിസംസ് ദാറ്റ് ആർ ഇൻവിസിബിൾ ടു നെയ്ക്ഡ് ഐ. നമ്മുടെ നെയ്ക്ഡ് ആയിട്ടുള്ള ഐക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് മൈക്രോ ഓർഗാനിസംസ്. ബിക്കോസ് ദീസ് ഒബ്ജക്ട്സ് ആർ ലെസ് ദാൻ 1 millimeter ഇൻ ഡയമീറ്റർ. അതായത് 1 millimeter ഡയമീറ്ററിലും ചെറുതായിരിക്കും ആൻഡ് കനോട്ട് ബി സീൻ ക്ലിയർലി ആൻഡ് മസ്റ്റ് ബി എക്സാമിൻ വിത്ത് മൈക്രോസ്കോപ്പ്. അതുകൊണ്ട് നമുക്ക് ക്ലിയർലി വിസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഇവരെ എക്സാമിൻ ചെയ്യേണ്ടതുണ്ട്. It includes bacteria, fungi, virus and algae and protozoa. അപ്പോൾ ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ്, അതായത് 1 millimeter ഇൻ ഡയമീറ്ററിനെക്കാട്ടിലും ചെറുതായിട്ടുള്ള ഓർഗാനിസംസ് ആണ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ഷുഡ് ബി എക്സാമിൻ വിത്ത് മൈക്രോസ്കോപ്പ് ബിക്കോസ് ദേ ആർ ഇൻവിസിബിൾ ടു നേക്ഡ് ഐ. ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൈക്രോ ബയോളജി എന്ന് വിളിക്കുന്നത്. മൈക്രോ മീൻസ് സ്മോൾ, ബയോ മീൻസ് ലൈഫ് ആൻഡ് ലോജി മീൻസ് സ്റ്റഡി. അതായത് സ്മോൾ ലൈഫിൻ്റെ സ്റ്റഡി, അതായത് മൈക്രോ ഓർഗാനിസംസ് സ്റ്റഡി. ഈ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ലൂയി പാസ്ചറാണ് ഈ ടേമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബേസിക് മൈക്രോബയോളജി ഉണ്ട്. അതായത് മൈക്രോബയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് മൈക്രോബയോളജി ഉണ്ട്, അതുപോലെ തന്നെ അപ്ലൈഡ് ആയിട്ടുള്ള മൈക്രോബയോളജി ഉണ്ട്. അപ്പോൾ ആദ്യം ബേസിക് മൈക്രോബയോളജി നോക്കാം. അതിൽ വരുന്ന ബ്രാഞ്ചസ് ആണ് ബാക്ടീരിയോളജി, അതായത് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബാക്ടീരിയ. ഫൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ? ആൽഗയുടെ സ്റ്റഡി. മൈക്കോളജി എന്താണ്? ഫംഗസിൻ്റെ സ്റ്റഡി. വൈറോളജി ആകുമ്പോൾ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് വൈറസും. പാരാസിറ്റോളജി മീൻസ് സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി ഓഫ് പാരാസൈറ്റും. പ്രോട്ടോസുവോളജി എന്താണ്? പ്രോട്ടോസോവയുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി. ഇനി അടുത്തതാണ് അപ്ലൈഡ് മൈക്രോബയോളജി. അപ്ലൈഡ് മൈക്രോബയോളജിയുടെ ബ്രാഞ്ചസിൽ വരുന്നത് മെഡിക്കൽ മൈക്രോബയോളജിയാണ് ഫസ്റ്റ്. അതിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസം കോസിങ് ഡിസീസ് ഇൻ ഹ്യൂമനിലൊക്കെ ഡിസീസ് കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡി. ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ഇൻ വിച്ച് ദ മൈക്രോ ഓർഗാനിസംസ് ആർ യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്. അതായത് മൈക്രോ ഓർഗാനിസം യൂസ് ചെയ്യുന്ന കുറേ സബ്സ്റ്റൻസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഏതൊക്കെയാണ് ആ സബ്സ്റ്റൻസ്? ആൻറ്റിബയോട്ടിക്സ്, ഫുഡ് പ്രോഡക്ട്സ്, എൻസൈം, അമിനോ ആസിഡ്സ്, വാക്സിൻസ് ആൻഡ് കെമിക്കൽസ്. അടുത്തതാണ് ഫുഡ് മൈക്രോബയോളജി, ദ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസം കോസ് ഫുഡ് സ്പോയിലേജ് എന്ന് പറയാം. അതായത് അവർ ഫുഡ് സ്പോയിലേജ് കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ്. അതുപോലെ അവർ എവിടെയാണ് അപ്പോൾ കാണുക? ഫുഡിൽ ഇൻഹാബിറ്റ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ആവും. അതിൻ്റെ സയൻറ്റിഫിക് സ്റ്റഡിയാണ് എന്ത്? ഫുഡ് മൈക്രോബയോളജി വരുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് അഗ്രികൾച്ചറൽ മൈക്രോബയോളജി, ദ ബ്രാഞ്ച് ഓഫ് മൈക്രോബയോളജി ഡീലിംഗ് വിത്ത് പ്ലാന്റ് അസോസിയേറ്റഡ് മൈക്രോബ്സ്, പ്ലാന്റ് ആൻഡ് അനിമൽ ഡിസീസസ്. ഇതിൽ സോയിൽ ഫെർട്ടിലിറ്റി, ഡീഗ്രഡേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഇതൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് സോയിൽ മൈക്രോബയോളജി. ഇതിൽ വരുന്നത് സോയിലിലെ ന്യൂട്രിയൻസിൻ്റെ പ്രോസസ്സിങ്, റീസൈക്ലിംഗ്, ഡീകമ്പോസിഷൻ എന്നിവയൊക്കെയാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് എൻവയോൺമെൻറ്റൽ മൈക്രോബയോളജി, അതായത് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻ എൻവയോൺമെൻറ്റിലുള്ള മൈക്രോ ഓർഗാനിസംസിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി. ദെൻ ലാസ്റ്റ് വൺ ഈസ് വെറ്ററിനറി മൈക്രോബയോളജി, സ്റ്റഡി ഓഫ് മൈക്രോബയോളജി കൺസേൺ വിത്ത് ബാക്ടീരിയൽ ആൻഡ് വൈറൽ ഡിസീസസ് ഓഫ് ഡൊമസ്റ്റിക്കേറ്റഡ് വേർട്ടിബ്രേറ്റ്സ് അനിമൽസ്. അതായത് ഡൊമസ്റ്റിക്കേറ്റഡ് വേർട്ടിബ്രേറ്റ്സ് അനിമൽസിൽ കാണുന്ന ബാക്ടീരിയൽ ആൻഡ് വൈറൽ ആയിട്ടുള്ള ഡിസീസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്, ഇതിൻ്റെയൊക്കെ സ്റ്റഡിയാണ് വെറ്ററിനറി മൈക്രോബയോളജിയുടെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാർക്കിനനുസരിച്ചിട്ട് എഴുതുക. ഷോർട്ട് എസ്സേ ആണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബ്രാഞ്ചസൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോവുക, അതിൻ്റെ ഡെഫിനിഷനൊന്നും എഴുതണ്ട. അല്ല, നിങ്ങൾക്ക് ലോങ് എസ്സേ ആണ്, ഇച്ചിരി മാർക്ക് കൂടുതലുള്ള ലെവലിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോവുക.
ഇനി ടോപ്പിക്കിലോട്ട് കിടക്കാം. ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജി, അതായത് മൈക്രോബയോളജിയുടെ ഡെവലപ്മെൻ്റ് ആണ് പറയുന്നത്. ഇതിൽ വരുന്നത് പ്രീ ഡിസ്കവറി എറ, സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി, ഗോൾഡൻ എറ, ജേം തിയറി ഓഫ് ഡിസീസ്, കീമോതെറാപ്പി ആൻഡ് മൈക്രോബയോളജി ഇൻ 20th സെഞ്ച്വറി. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രീ ഡിസ്കവറി എറ എന്ന് പറയുന്നത്. അതായത് പഴയ കാലത്ത് ഒരുപാട് സയൻറ്റിസ്റ്റുകൾ മൈക്രോബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അസംഷൻസ് മാത്രമായിരുന്നു, ട്രൂ ആയ എവിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ഡിസ്കവറി എറ മുതലാണ്. ഓക്കെ, ഡിസ്കവറി എറയിൽ വരുന്നത് ഫസ്റ്റ് സയൻറ്റിസ്റ്റാണ് റോബർട്ട് ഹുക്ക്. അപ്പോൾ റോബർട്ട് ഹുക്ക് വാസ് ദ ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ഹൂ ഒബ്സർവ്ഡ് സെൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. അദ്ദേഹമാണ് സെല്ലിനെ ഫസ്റ്റ് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ മൈക്രോബയോളജിയുടെ ഡെവലപ്മെൻറ്റ് പഠിക്കുമ്പോഴും ബേസിക് സയൻസിൻ്റെ ഡെവലപ്മെൻറ്റിൽ തന്നെ നമ്മൾക്ക് എന്താ ഫസ്റ്റ് പഠിക്കാനുള്ളത്, സെൽ എന്താണെന്ന്. സെൽ എന്താ, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓർഗാനിസമാണ്, അതായത് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. അപ്പോൾ ആദ്യം ആ സെല്ല് എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവണം, എന്നിട്ട് വേണം അതൊന്ന് മൈക്രോബയോളജി ഡെവലപ്പ് ചെയ്ത് വരാൻ. അപ്പോൾ ഫസ്റ്റ് സെല്ലിനെ ഒബ്സർവ് ചെയ്തത് ആരാണ്, റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്, ബൈ യൂസിങ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഹി ഒബ്സർവ് ദ സെക്ഷൻ ഓഫ് കോർക്ക് ത്രൂ മൈക്രോസ്കോപ്പ് ആൻഡ് കോൾഡ് ഇറ്റ് ആസ് എ സെൽ. അദ്ദേഹം ഒരു കോർക്കിൻ്റെ സെക്ഷൻ ഒബ്സർവ് ചെയ്ത സമയത്ത് അദ്ദേഹം ടൈനി ചേമ്പേഴ്സാണ് കണ്ടത്. അതിന് അദ്ദേഹം എന്തെന്ന് വിളിച്ചു, സെൽ എന്ന് വിളിച്ചു. ആൻഡ് ഹി കൺസ്ട്രക്റ്റഡ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിംഗിൾ ലെൻസ് ഉള്ളതായിരുന്നു 1665. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡിസ്കവറി എറയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആരെക്കുറിച്ചാണ്, റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനെ കുറിച്ച്. അടുത്തതാണ് ആൻ്റണി വാൻ ല്യൂവൻ ഹോക്ക്. മൈക്രോബയോളജി പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പേരാണ് ആൻ്റണി വാൻ ല്യൂവൻ ഹോക്ക് എന്ന് പറയുന്നത്. ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി, ബാക്ടീരിയോളജി ആൻഡ് പ്രോട്ടോസൂവോളജി. മൈക്രോബയോളജി, ബാക്ടീരിയോളജി, പ്രോട്ടോസൂവോളജിയുടെ ഒക്കെ ഫാദറായിട്ട് അറിയപ്പെടുന്ന ആളാണ് ആൻ്റണി വാൻ ല്യൂവൻ ഹോക്ക് എന്ന് പറയുന്നത്. Actually, he was a draper in Holland, but spent much of his spare time by constructing simple microscope composed of double convex glass lenses and held between two silver plates. Actually, അദ്ദേഹം ഹോളണ്ടിൽ ഒരു ഡ്രൈപ്പർ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒഴിവ് സമയം അദ്ദേഹം കൂടുതലും ചെലവഴിച്ചത് സിമ്പിളായിട്ടുള്ള മൈക്രോസ്കോപ്പ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടായിരുന്നു. അതിന് എന്തുണ്ടായിരുന്നു, മൈക്രോസ്കോപ്പിന് ഡബിൾ കോൺവെക്സ് ഗ്ലാസ് ലെൻസസ് ഉണ്ടായിരുന്നു, held between two silver plates. And this microscope could magnify around 50 to 300 times and make the bacteria clearly visible. അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ അഥവാ ഒബ്ജക്റ്റിനെ എൻലാർജ് ചെയ്ത് കാണാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 50 to 300 ടൈംസ് ആയിരുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്ടീരിയനെ ക്ലിയർലി വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ല്യൂവൻ ഹോക്ക് സെൻറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലെറ്റർ ഡിസ്ക്രൈബിങ് ഹിസ് ഡിസ്കവറി ടു റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ. അപ്പോൾ അതിനുശേഷം അദ്ദേഹം എന്താണ് ചെയ്തത്, റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടനിലോട്ട് അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് അഥവാ ഡിസ്കവറീസിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ലെറ്റർ എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു, അത് റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടനിലോട്ട് അയച്ചു. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ഹിസ് ഡിസ്ക്രിപ്ഷൻസ് ദാറ്റ് ഹി സോ ബോത്ത് ബാക്ടീരിയ ആൻഡ് പ്രോട്ടോസോവ. അപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ലെറ്ററിൽ നിന്ന് മനസ്സിലായത് അദ്ദേഹം ബാക്ടീരിയയും പ്രോട്ടോസോവയും ക്ലിയർലി എന്ത് ചെയ്തിട്ടുണ്ട്, വിസിബിൾ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഹി ഡിസ്ക്രൈബ് ദ ഓർഗാനിസം ഹി സോ ആസ്. അദ്ദേഹം കണ്ടിട്ടുള്ള ഓർഗാനിസത്തിനെ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തത് വെരി ലിറ്റിൽ അനിമക്യൂൾസ് എന്നാണ്. എന്താ വിളിച്ചത്, വെരി ലിറ്റിൽ അനിമക്യൂൾസ് എന്നാണ് അദ്ദേഹം വിളിച്ചത്. വിച്ച് വി റെക്കഗ്നൈസ് ആസ് ഫ്രീ ലിവിങ് പ്രോട്ടോസോവ. അതിനെ നമ്മൾ എന്തായിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, ഫ്രീ ലിവിങ് പ്രോട്ടോസോവ ആയിട്ടാണ് നമ്മൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം സിമ്പിൾ മൈക്രോസ്കോപ്പ് കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു, അദ്ദേഹം വെരി ലിറ്റിൽ അനിമക്യൂൾസിനെ കണ്ടിട്ടുണ്ടായിരുന്നു, അഥവാ ബാക്ടീരിയ, പ്രോട്ടോസോവയൊക്കെ. അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാക്കി, ഒരു ലെറ്ററാക്കി അദ്ദേഹം റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടനിലോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നതാണ് തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറയുന്നത്. Earliest timely people had believed in spontaneous generation. That is, all the philosophers had proposed this theory by saying that all living organisms are raised or evolved spontaneously from non-living matter. അതായത് പഴയ കാലഘട്ടത്ത് സയൻറ്റിസ്റ്റ് അല്ല, പകരം ഫിലോസഫേഴ്സൊക്കെ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ഒരു തിയറി ആയിരുന്നു സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി എന്ന് പറയുന്നത്. അതിലവർ പറഞ്ഞു വെച്ചത് എല്ലാ ലിവിങ് ഓർഗാനിസംസും അറേസ് ചെയ്ത് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് നോൺ ലിവിങ് മാറ്ററിൽ നിന്ന് സ്പോണ്ടേനിയസ്ലി ആണ് എന്ന്.
ഇതാണ് എന്ത് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി. അതായത് എല്ലാ ലിവിങ് ഓർഗാനിസംസ് ആർ അറൈസ്ഡ് ഫ്രം നോൺ ലിവിങ് മാറ്റേഴ്സ് ആണ് സ്പോണ്ടേനിയസ്ലി ആണ് അവർ ജനറേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന്. ഈവൻ ദ ഗ്രേറ്റ് അരിസ്റ്റോട്ടിൽ ബിലീവ് ദാറ്റ് ഓൾ അനിമൽ മൈറ്റ് ഒറിജിനേറ്റ് സ്പോണ്ടേനിയസ്ലി ഫ്രം സോയിൽ പ്ലാന്റ്സ് ഓർ അതർ അൺലൈക്ക് അനിമൽസ്. ഗ്രേറ്റ് അരിസ്റ്റോട്ടിൽ പോലും ബിലീവ് ചെയ്തത് അനിമൽസ് ഒക്കെ ഒറിജിനേറ്റ് ചെയ്യുന്നത് സ്പോണ്ടേനിയസ്ലി സോയിൽ നിന്ന്, പ്ലാന്റിൽ നിന്ന്, അതുപോലത്തെ അനിമൽസിൽ നിന്നാണ് എന്നാണ്. അതുപോലെ he thought that some of the simple invertebrates could arise by spontaneous generation. അതായത് സിമ്പിൾ ആയിട്ടുള്ള ഇൻവെർട്ടിബ്രേറ്റ്സും എന്താണ് സ്പോണ്ടേനിയസ് ജനറേഷൻ വഴിയാണ് ജനറേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി ക്ലിയർ ആണല്ലോ. അതായത് ഓൾ ലിവിങ് ആയിട്ടുള്ള മാറ്റേഴ്സ് അറൈസ് ചെയ്തിട്ടുള്ളത് നോൺ ലിവിങ് മാറ്ററിൽ നിന്ന് സ്പോണ്ടേനിയസ്ലി ആണ്. ഇതാണ് ഫിലോസഫേഴ്സ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു തിയറി. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ മൈക്രോബയോളജിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി മുന്നോട്ട് വെച്ചപ്പോൾ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു, ഇതിനെ എഗ്രി ചെയ്തുകൊണ്ടും ഡിസഗ്രി ചെയ്തുകൊണ്ടും മുന്നോട്ട് വന്നു. അപ്പോൾ അവർ എഗ്രി ചെയ്യുന്ന ആൾക്കാർ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിയാണ് ശരിയെന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെൻസും, എന്നാൽ മറ്റ് സയൻറ്റിസ്റ്റ് അതായത് അതിനോട് ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാർ അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെൻസും ചെയ്തു. അതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്ന സയൻറ്റിസ്റ്റാണ് ഫ്രാൻചെസ്കോ റെഡി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റാണ് നമുക്ക് നോക്കാനുള്ളത്. ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിയോട് ഓപ്പോസ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതായത് അത് ശരിയല്ല, അതിനോട് അഗെയിൻസ്റ്റ് ആണ് ആര്, ഫ്രാൻചെസ്കോ റെഡി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് The spontaneous generation theory was finally challenged by the Italian physician Francesco Redi. അതായത് അദ്ദേഹം എന്താണ് ഇവിടെ എക്സ്പെരിമെൻറ്റിൽ ചെയ്തിട്ടുള്ളത് നോക്കാം. ഹി ക്യാരിയഡ് ഔട്ട് എ സീരീസ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ഓൺ ഡീക്കേയിങ് മീറ്റ് ആൻഡ് ഇറ്റ്സ് എബിലിറ്റി ടു പ്രൊഡ്യൂസ് മാഗറ്റ്സ് സ്പോണ്ടേനിയസ്ലി. അദ്ദേഹം ഇവിടെ എടുത്തിട്ടുള്ളത് ഡീക്കേയിങ് ആയിട്ടുള്ള മീറ്റാണ്. അതിൽ നിന്ന് ഡീക്കേയിങ് മീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു മാറ്റർ. അപ്പോൾ ഈ നോൺ ലിവിങ് ആയിട്ടുള്ള മാറ്ററിൽ നിന്നും മാഗറ്റ്സ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ലിവിങ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. അപ്പോൾ നോൺ ലിവിങ് ആയിട്ടുള്ള ഡീക്കേയിങ് മീറ്റിൽ നിന്നും ലിവിങ് ആയിട്ടുള്ള മാഗറ്റ്സ് സ്പോണ്ടേനിയസ്ലി ജനറേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ നോക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്. ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി എന്താണ്, ശരിയാണ്. അല്ല, ജനറേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ, ഈ ഒരു തിയറി എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, ഇനി അദ്ദേഹം എടുത്തത് വൺ വാസ് അൺകവേർഡ്. ആദ്യത്തെ കണ്ടെയ്നർ എന്തായിരുന്നു, ഓപ്പൺ കണ്ടെയ്നർ ആയിരുന്നു, അതിൽ ഡീക്കേയിങ് ആയിട്ടുള്ള മീറ്റ് ഉണ്ട്. സെക്കൻഡ് വാസ് കോർക്ക് സീൽഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ആയിരുന്നു, അതിലും ഡീക്കേയിങ് ആയിട്ടുള്ള മീറ്റ് ഉണ്ട്. തേർഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കവേർഡ് വിത്ത് ഫൈൻ ആയിട്ടുള്ള ഒരു ഗോസ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എക്സ്പെരിമെൻറ്റിൽ അദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് കേസിൽ ഓപ്പൺ കണ്ടെയ്നറിൽ ഡീക്കേയിങ് ആയിട്ടുള്ള മീറ്റ് ഉണ്ട്. ഫ്ലൈസ് എന്ത് ചെയ്തു, ലെയ്ഡ് എഗ് ഓൺ ദ അൺകവേർഡ് മീറ്റ് ആൻഡ് മാഗറ്റ്സ് എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു. അതായത് നോർമലി എന്ത് സംഭവിക്കും, ഒരു ഡീക്കേയിങ് ആയിട്ടുള്ള ഒരു മീറ്റ് ഇരിക്കുമ്പോൾ അങ്ങോട്ട് ഫ്ലൈസിനെ അട്രാക്റ്റ് ചെയ്യുന്നു. ദെൻ എന്ത് സംഭവിക്കുന്നു, ആ ഫ്ലൈസ് അവിടെ മുട്ടയിടുന്നു, അതിൽ നിന്ന് മാഗറ്റ്സ് എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസിൽ മാഗറ്റ്സ് ഫോം ചെയ്തത് എന്തിൽ നിന്നാണ്, ഫ്ലൈസിൽ നിന്നാണ്, അല്ലാതെ ഡീക്കേയിങ് മീറ്റിൽ നിന്നല്ല. ഇനി രണ്ടാമത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ മീറ്റ് ഇവിടെയുണ്ട്, അതിനെ കവർ ചെയ്തിട്ട് കോക്ക് സീൽഡായിട്ടുള്ളൊരു കവറിങ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഫ്ലൈസിന് കടക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഫ്ലൈസിന് മുട്ടയിടാനോ മാഗറ്റ്സ് ഫോം ചെയ്യാനോ പറ്റിയില്ല. അതായത് ഇവിടെ ഡീക്കേയിങ് മീറ്റിൽ നിന്ന് ഉണ്ടായിട്ടുമില്ല. കണ്ടില്ലേ, സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിയിൽ നിന്ന് എന്താ പറഞ്ഞത്, ഡീക്കേയിങ് ആയിട്ടുള്ളൊരു മീറ്റിൽ നിന്ന്, അതായത് നോൺ ലിവിങ് ആയിട്ടുള്ളൊരു മാറ്ററിൽ നിന്ന് ലിവിങ് മാറ്റർ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ, ഇല്ല. ഫ്ലൈസ് കയറാത്തത് കൊണ്ട് തന്നെ അവിടെ മാഗറ്റ്സ് ഡെവലപ്പ് ചെയ്തതുമില്ല. സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി പറയുന്നത് പോലെ നോൺ ലിവിങ് ആയിട്ടുള്ള ഡീക്കേയിങ് മീറ്റിൽ നിന്ന് പുതിയ ഫ്ലൈസ് അല്ലെങ്കിൽ ലിവിങ് മാറ്റർ ഉണ്ടായിട്ടുമില്ല. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൈസ് വെയർ അട്രാക്റ്റഡ് ഹിയർ, ഗോസ് കവേർഡ് ആയിട്ടുള്ളൊരു കവറിങ് ആയിരുന്നു. അതിലോട്ട് ഫ്ലൈസിനെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദേ ലെയ്ഡ് എഗ് ഓൺ ദി ഗോസിൽ, അവർ ഗോസിൽ എന്ത് ചെയ്തു, എഗ് ലേ ചെയ്തു. ദീസ് എഗ് പ്രൊഡ്യൂസ് മാഗറ്റ്സ്. ഈ മൂന്നാമത്തെ കേസിൽ മാഗറ്റ്സ് ഉണ്ടായി, പക്ഷേ ഡീക്കേയിങ് മീറ്റിൻ്റെ അങ്ങോട്ടല്ല ഫ്ലൈസ് പോയിട്ട് എഗ് ലേ ചെയ്തത്. അവർ ഈ ഗോസിലോട്ട് അട്രാക്റ്റഡ് ആയിട്ട് എന്ത് ചെയ്തു, അവിടെ മുട്ടയിട്ടു, അവിടെ എന്ത് ഫോം ചെയ്തു,
മാഗറ്റ്സ് ഫോം ചെയ്തു. അപ്പോൾ ഇതിന് എന്ത് മനസ്സിലാക്കാം, മാഗറ്റ്സ് ഡെവലപ്പ് ചെയ്ത കേസിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് എന്തെന്നാണ്, ഫ്ലൈസിൽ നിന്നുമാണ്, അല്ലാതെ ഡീക്കേയിങ് ആയിട്ടുള്ള മീറ്റിൽ നിന്ന് എന്തുണ്ടായിട്ടില്ല, മാഗറ്റ്സ് ഉണ്ടായിട്ടില്ല. ദെൻ ഹി കൺക്ലൂഡഡ് ദാറ്റ് ദ ജനറേഷൻ ഓഫ് മാഗറ്റ്സ് ബൈ ഡീക്കേയിങ് മീറ്റ്, അതായത് ഡീക്കേയിങ് മീറ്റ് വഴി നമ്മൾ പറഞ്ഞു ജനറേഷൻ ഓഫ് മാഗറ്റ്സ് എന്ന് പറഞ്ഞു. ഇറ്റ് റിസൾട്ടഡ് ഫ്രം ദ പ്രസൻസ് ഓഫ് ഫ്ലൈ എഗ്സ് ആണ്, അല്ലാതെ ഡീക്കേയിങ് മീറ്റിൽ നിന്നല്ല പുതിയ ഒരു ജനറേഷൻ ഓഫ് മാഗറ്റ്സ് ഫോം ചെയ്തത്. ഇത് എവിടെ നിന്നാണ് ഉണ്ടായത്, ഫ്ലൈ എഗ്സിൽ നിന്നാണ്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലൈസ് ലേ ചെയ്ത എഗ്ഗിൽ നിന്നാണ് എന്തുണ്ടായത്, പുതിയൊരു ജനറേഷൻ ഓഫ് മാഗറ്റ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തത്. സോ ദ മീറ്റ് ഡിഡ് നോട്ട് സ്പോണ്ടേനിയസ്ലി ജനറേറ്റ് മാഗറ്റ്സ് ആസ് പ്രീവിയസ്ലി ബിലീവ്ഡ്. അപ്പോൾ ഇതിന് എന്ത് മനസ്സിലാക്കാം, പ്രീവിയസ് ആയിട്ടുള്ള ഒരു ബിലീഫ് എന്തായിരുന്നു, സ്പോണ്ടേനിയസ് ജനറേഷൻ ആണെന്നാ ശരിയെന്ന്. പക്ഷെ അങ്ങനെയല്ല, അവിടെ ഓൾറെഡി ഉണ്ടായിട്ടുള്ളത് ഫ്ലൈസിൽ നിന്നാണ്, അല്ലാതെ നമ്മുടെ ഡീക്കേ മീറ്റ് അല്ലെങ്കിൽ ഒരു നോൺ ലിവിങ് ആയിട്ടുള്ളൊരു മാറ്റർ സ്പോണ്ടേനിയസ്ലി എന്ത് ചെയ്യുന്നില്ല, ഒരു മാഗറ്റ്സിനെയും ഫോം ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ഫ്രാഞ്ചെസ്കോ റെഡിയാണ് ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ക്ലിയർലി എന്ത് പ്രൂവ് ചെയ്തു, സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി എന്ന് പറയുന്നത് തെറ്റാണ് എന്നെന്ത് ചെയ്തു, അദ്ദേഹം പ്രൂവ് ചെയ്തു. ഇനി അടുത്തത് വരുന്നത് ജോൺ നിതമാണ്. ജോൺ നിതം എക്സ്പെരിമെൻ്റാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിനെ അനുകൂലിക്കുന്ന ഒരാളായിരുന്നു. സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിയാണ് ശരി എന്ന് പറഞ്ഞിട്ട് വന്ന ആളാണ് ജോൺ നിതം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൽ പറയുന്നത് 1748 ഇംഗ്ലീഷ് പ്രീസ്റ്റ് ആയിട്ടുള്ള ജോൺ നിതം കണ്ടക്റ്റഡ് ആൻ എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി. സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത്. നീത് എന്ത് ചെയ്തു, ബോയിൽ ചെയ്തു മട്ടൺ ബ്രോത്ത് ആൻഡ് ദെൻ ടൈറ്റ്ലി സീൽഡ് ദ ഫ്ലാസ്ക് വിത്ത് കോർക്ക്. അദ്ദേഹം ആദ്യം ഒരു മട്ടൺ ബ്രോത്ത് എടുത്തു, ബോയിൽ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, അദ്ദേഹം സീൽ ചെയ്തു, ഫ്ലാസ്കിനെ അദ്ദേഹം സീൽ ചെയ്തു, വിത്ത് കോർക്ക് യൂസ് ചെയ്തിട്ട് അദ്ദേഹം സീൽ ചെയ്തു. ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് ഹി കുഡ് ഒബ്സർവ് ദ ഫ്ലാസ്ക് ബിക്കെയിം ക്ലൗഡി ബൈ കണ്ടെയ്നിങ് മൈക്രോ ഓർഗാനിസംസ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒബ്സർവ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അവിടെ എന്ത് കാണാൻ സാധിച്ചു, ക്ലൗഡി ആയിട്ടുള്ള അപ്പിയറൻസ്. അതായത് അദ്ദേഹം അതെന്ത് പറഞ്ഞു, മൈക്രോ ഓർഗാനിസംസിൻ്റെ ഗ്രോത്ത് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്താ അവിടെ പറഞ്ഞു വെച്ചത്, നോൺ ലിവിങ് ആയിട്ടുള്ള മട്ടൺ ബ്രോത്തിൽ നിന്ന് ലിവിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ഉണ്ടായി. അതായത് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിയാണ് ശരിയെന്ന് ജോൺ നിതം അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിലൂടെ പറഞ്ഞു വെച്ചു. സോ ഹി കൺക്ലൂഡഡ് ദാറ്റ് ദ ലിവിങ് മൈക്രോ ഓർഗാനിസംസ് ഹാഡ് സ്പോണ്ടേനിയസ്ലി ജനറേറ്റഡ് ഫ്രം നോൺ ലിവിങ് ബ്രോത്ത് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇനി നെക്സ്റ്റ് വരുന്ന ആളാണ് ലസാരോ സ്പെല്ലൻസാനി എന്ന് പറയുന്നത്. ലസാരോ സ്പെല്ലൻസാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിയെ ഓപ്പോസ് ചെയ്ത് നിന്നിട്ടുള്ള ഒരാളാണ്. സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടെ ട്രൂ എന്ന് പറഞ്ഞിട്ടുള്ള ജോൺ നിതമുണ്ട്. ജോൺ നിതത്തിൻ്റെ എക്സ്പെരിമെൻറ്റിനെ ഇംപ്രൂവ് ചെയ്യുക, അതാണ് ആര് ചെയ്തത്, ലസാരോ സ്പെല്ലൻസാനി ചെയ്തിട്ടുള്ളത്. അതായത് എ ഫ്യൂ ഇയേഴ്സ് ലേറ്റർ ആൻ ഇറ്റാലിയൻ പ്രീസ്റ്റ് ആൻഡ് നാച്ചുറലിസ്റ്റ് ആയിട്ടുള്ള ലസാരോ സ്പെല്ലൻസാനി ഇംപ്രൂവ് ചെയ്തു, നീതം എക്സ്പെരിമെൻറ്റിനെ ഇംപ്രൂവ് ചെയ്യാണ് ചെയ്തത്. പക്ഷെ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ മാറ്റം വരുത്തി. അതേ എക്സ്പെരിമെൻറ്റ് ചെയ്യല്ല ചെയ്തത്, അതിൽ ചേഞ്ചസ് വരുത്തി അദ്ദേഹം. എന്താ അദ്ദേഹം വരുത്തിയ മാറ്റങ്ങൾ, ഹി ബോയിൽഡ് ദ ഫ്ലാസ്ക് ഫോർ ലോങ് ടൈം. അദ്ദേഹം എന്ത് ചെയ്തു, ആ ഫ്ലാസ്കിനെ ലോങ് ടൈം എന്ത് ചെയ്തു, ലോങ്ങർ ടൈം അദ്ദേഹം ബോയിൽ ചെയ്തു. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തത് ആൻഡ് ഹി സീൽഡ് ദ ഫ്ലാസ്ക് വെരി പ്രോപ്പർലി. അദ്ദേഹം നല്ല പ്രോപ്പറായിട്ട് എന്ത് ചെയ്തു, ആ ഫ്ലാസ്കിനെ സീൽ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം മാറ്റം വരുത്തിയത്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ജോൺ നിതം മട്ടൺ ബ്രോത്ത് ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനുശേഷം അദ്ദേഹം സീൽ ചെയ്തു. പക്ഷേ ഇവിടെ എന്തല്ല, ഒരുപാട് നേരം ബോയിൽ ചെയ്തിട്ടില്ല, അതുപോലെ പ്രോപ്പറായിട്ട് സീൽ ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കേസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം ബോയിൽ ചെയ്തു, അതിനുശേഷമാണ് ലസാരോ സ്പെല്ലൻസാനി എന്ത് ചെയ്തത്, അതിനെ വളരെ പ്രോപ്പറായിട്ട് സീൽ ചെയ്തു. അതായത് അതിൻ്റെ ഉള്ളിലോട്ടൊന്നും ഫ്ലാസ്കിലോട്ടൊന്നും കടക്കാത്ത വിധം പ്രോപ്പറായിട്ട് അദ്ദേഹം ബോയിൽ ചെയ്തതിന് ശേഷം സീൽ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് സോ ദർ വർ നോ ക്ലൗഡി അപ്പിയറൻസ് ആണ് ഓർ നോ ഗ്രോത്ത് ടേക്ക് പ്ലേസ് ആസ് ലോങ് ആസ് എ ഫ്ലാസ്ക് റിമൈൻ സീൽഡ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റിയത് എന്താ, അവിടെ ഒരു ക്ലൗഡി അപ്പിയറൻസും ഇല്ല, അവിടെ യാതൊരു വിധത്തിലുള്ള മൈക്രോ ഓർഗാനിസംസിൻ്റെ ഗ്രോത്തും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അവിടെ ഒബ്സർവ് ചെയ്തത്. അതായത് അദ്ദേഹം എന്ത് ചെയ്തു, ലോങ് ടൈം ബോയിൽ ചെയ്തു. അതുകൊണ്ട് എന്താ അവിടെ സംഭവിച്ചത്, അവിടെ ഉണ്ടായിരുന്ന മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഡെഡായി പോയി. മേ ബി ഇനി വല്ല മൈക്രോ ഓർഗാനിസംസ് ഈ ബ്രോത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന്
വിചാരിക്കുക. പക്ഷേ നമ്മൾ അത്രയും ടൈറ്റായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, പ്രോപ്പർ സീലിംഗ് ചെയ്യുന്നത് വഴി അതിലോട്ട് വല്ല എയറും കടക്കുമോ? എക്സ്റ്റേണൽ ആയിട്ടുള്ള എയർ പിന്നെ കയറുമോ? ഇല്ല. ഇനിയോ ഇവിടെ ഡെഡ് ആവാതെ വല്ല മൈക്രോ ഓർഗാനിസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ആ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിന് എന്താവശ്യമാണ്? എക്സ്റ്റേണൽ ആയിട്ടുള്ള എയർ ആവശ്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്, the external ആയിട്ടുള്ള എയർ മൈറ്റ് ബി റിക്വയർഡ് ഫോർ ദി ഗ്രോത്ത് ഓഫ് മൈക്രോബ്സ് ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ദ മീഡിയം. അപ്പോൾ ബോയിൽ ചെയ്ത സമയത്ത് ഡെഡ് ആയിട്ടുണ്ട്. ഇനി ഡെഡ് ആവാതെ വല്ല മൈക്രോ ഓർഗാനിസം ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള എയറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള എയർ പ്രോപ്പർ സീലിംഗ് ചെയ്തുകൊണ്ട് തന്നെ വന്നില്ല. അതുകൊണ്ട് അവിടെ യാതൊരുവിധ ഗ്രോത്തോ അല്ലെങ്കിൽ ക്ലൗഡി അപ്പിയറൻസോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, no growth of microorganisms or no cloudy appearance. അതായത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ജനറേഷൻ അവിടെ നടന്നിട്ടില്ല. സ്പോണ്ടേനിയസ്ലി ഒരു ലൈഫും എന്ത് ചെയ്യുന്നില്ല, ജനറേറ്റ് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ജോൺ നീതം ചെയ്ത തെറ്റുകളെ അദ്ദേഹം എന്ത് ചെയ്തു, തിരുത്തിയിട്ട് അദ്ദേഹം ചെയ്തു. ഇവിടെ ബോയിൽ ചെയ്യാത്ത കാരണം മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്തു, അവിടെ എക്സിസ്റ്റ് ചെയ്തു, പ്രോപ്പർ ബോയിൽ ചെയ്യാത്ത കാരണം. അപ്പോൾ ഈ എക്സിസ്റ്റ് ചെയ്തു മാത്രമല്ല, പ്രോപ്പറായിട്ട് സീൽ ചെയ്തില്ല. അപ്പോൾ എന്ത് ചെയ്തു, അങ്ങോട്ട് എയർ കടന്നിട്ടുണ്ടാവും. ആ എയറിൻ്റെ ഹെൽപ്പോട് കൂടി, എക്സ്റ്റേണൽ ആയിട്ടുള്ള എയറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്തു, പുതിയ മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. അല്ലാതെ നോൺ ലിവിങ് ആയിട്ടുള്ള ഗ്രോത്തിൽ നിന്നല്ല ഉണ്ടായതെന്ന്. ആ തെറ്റുകൾ തിരുത്തിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഇംപ്രൂവ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻറ്റ് ചെയ്തത് വഴി നോ ഗ്രോത്ത് ഓഫ് മൈക്രോബ്സ് അല്ലെങ്കിൽ നോ ക്ലൗഡി അപ്പിയറൻസ്, ഇങ്ങനെ ഒരു കൺക്ലൂഷനിലോട്ടാണ് അദ്ദേഹം വന്നത്. സോ ഹി കൺക്ലൂഡഡ് that the air carried germs to culture medium, but also commented that the external air might be required for the growth of microbes already existing in the medium. So the broth did not produce life spontaneously. broth എന്ത് ചെയ്യുന്നില്ല, ഒരു ലൈഫിനെയും സ്പോണ്ടേനിയസ്ലി ജനറേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം എന്ത് ചെയ്തു, കൺക്ലൂഡ് ചെയ്തു. അതായത് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി തെറ്റാണെന്ന് ലസാരോ സ്പെല്ലൻസാനി പറഞ്ഞു. പക്ഷേ ഒരുപാട് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അറ്റംപ്റ്റ് ചെയ്തു. ഈ ആർഗ്യുമെൻസിനൊക്കെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ത് ചെയ്തു, അറ്റംപ്റ്റ് ചെയ്തു. അതിൽ വരുന്നതാണ് തിയോഡർ ഷ്വാൻ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ഫ്ലാസ്കിൽ സ്റ്റെറൈൽ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ് എടുത്തത്. സ്റ്റെറൈൽ ന്യൂട്രിയൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, സ്റ്റെറൈലാണ്. അപ്പോൾ മൈക്രോ ഓർഗാനിസംസ് ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഇനിയിപ്പോൾ അതിലോട്ട് എന്ത് ചെയ്യാണ്, അദ്ദേഹം എയറിനെ കടത്തിവിടാണ് ചെയ്യുന്നത്. അതിലേക്കൊരു റെഡ് ഹോട്ട് ട്യൂബിലൂടെ എയറിനെ കടത്തിവിട്ടു. എയറിൻ്റെ പ്രസൻസ് ഉണ്ടായിട്ട് പോലും എന്തുണ്ടായി, മൈക്രോ ഓർഗാനിസംസ് ഒന്നും അവിടെ ഗ്രോ ചെയ്തില്ല. ഓക്കെ, അവിടെ ഒരു പുതിയ ജനറേഷനൊന്നും ഉണ്ടായില്ല. ഓക്കെ, ദ ഫ്ലാസ്ക് റിമൈൻ സ്റ്റെറൈൽ ആയിട്ട് തന്നെ ഫ്ലാസ്ക് നിന്നു. ദെൻ നെക്സ്റ്റ് വന്നത് ജോർജ് ഫ്രെഡറിക് ഷ്രോഡറും അതുപോലെ തിയോഡർ വോൺ ഡെഷുവാണ്. അവരെന്താ ചെയ്തത്, ഒരു ഫ്ലാസ്കിൽ ഹീറ്റ് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഒരു മീഡിയമാണ് എടുത്തത്. അതിനുശേഷം എന്ത് ചെയ്തു, അതിലോട്ടും എയറിനെ പാസ് ചെയ്തു ത്രൂ സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു കോട്ടൺ വൂളിലൂടെ. പക്ഷേ ആ കേസിലും എന്തുണ്ടായില്ല, ഗ്രോത്ത് ഒന്നും ഒക്യൂർ ചെയ്തില്ല മീഡിയത്തിൽ എന്നാണ് പറയുന്നത്. ഇനി ഈ എക്സ്പെരിമെൻറ്റ്സ് ഒന്നും കൂടാതെ തന്നെ ഫ്രഞ്ച് നാച്ചുറലിസ്റ്റ് ആയിട്ടുള്ള ഫെലിക്സ് പൗച്ചറ്റ് എന്ത് ചെയ്തു, ഒരു എക്സ്പെരിമെൻറ്റ് ക്യാരി ഔട്ട് ചെയ്തിട്ട് അദ്ദേഹം പ്രൂവ് ചെയ്തു മൈക്രോബിയൽ ഗ്രോത്ത് കുഡ് ഒക്വർ വിത്തൗട്ട് എയർ കണ്ടാമിനേഷൻ. അതായത് ഈ രണ്ട് കേസിലും എയറിനെ കടത്തി വിട്ടു, ഗ്രോത്ത് ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഫെലിക്സ് പൗച്ചറ്റ് പറയുന്നത് മൈക്രോബിയൽ ഗ്രോത്ത് ഒക്വർ ചെയ്യാം വിത്തൗട്ട് എയർ കണ്ടാമിനേഷൻ ഒന്നും ഇല്ലാതെ തന്നെ മൈക്രോബിയൽ ഗ്രോത്ത് ഒക്വർ ചെയ്യാം എന്നാണ് ഫെലിക്സ് പൗച്ചറ്റ് എക്സ്പെരിമെൻറ്റിലൂടെ പ്രൂവ് ചെയ്തത്. അപ്പോൾ ഈ ക്ലെയിമുകളെല്ലാം ആരെ പ്രൊവോക്ക് ചെയ്യാണ് അറ്റ് ലാസ്റ്റ്, ലൂയി പാസ്ചർ എന്ന് പറഞ്ഞാൽ മൈക്രോബയോളജിയുടെ, അതായത് മോഡേൺ മൈക്രോബയോളജിയുടെ ഫാദർ, അദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ ആർഗ്യുമെൻസിനെല്ലാം സെറ്റിൽ ചെയ്യണം, ഫുൾ ആർഗ്യുമെൻസിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹം എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുകയാണ്. സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി തെറ്റാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യാണ്, എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്. അതാണ് ഏതിൽ വരുന്നത്, ഗോൾഡൻ എറയിൽ വരുന്നത്. ഓക്കെ, ഡിസ്കവറി എറ, സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിയൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നതാണ് ഗോൾഡൻ എറ. അതിൽ വരുന്നത് ലൂയി പാസ്ചറിൻ്റെ എക്സ്പെരിമെൻറ്റും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസും ഒക്കെയാണ്. പിന്നീട് അങ്ങോട്ടുള്ള മൈക്രോബയോളജി ഡെവലപ്മെൻറ്റൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് പാർട്ട് 2 നോക്കാം. പാർട്ട് 1 നമുക്ക് ഇത്രയും പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോട്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ട് 2 കാണാം. താങ്ക്